അറബന മത്സരമാണ് ഇന്ന് മൂന്നാം വേദിയിൽ നടക്കുന്നത്. പക്ഷേ അറബന മത്സരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, സ്റ്റേജിൽ മൈക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവർ മൈക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. നമ്മുടെ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഒരുപാട് കാലത്തെ പരിശ്രമം, ഈ ഒരു 10 മിനിറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. പക്ഷേ മൈക്ക് കൃത്യമായി തരാൻ പോലും ഇവിടുത്തെ പ്രവർത്തകരോ കലോത്സവത്തിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കളിച്ചാൽ മതി എന്നാണ് വേദിയിലിരിക്കുന്ന ഒരു ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത്. മറ്റൊരു വ്യക്തിയെ ബന്ധപ്പെട്ടപ്പോൾ DD-യെ കാണാനും ഇവിടെ ഇല്ലാത്ത DD-യെ പോയി കാണാനും മത്സരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ഈ സമയത്ത് ഞങ്ങൾ DD-യെ പോയി കാണാനോ ഈ സജ്ജീകരണങ്ങൾ ഒരുക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട കലോത്സവ സംഘാടകർ ഇത്ര ദൂരങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു വേദന മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നൽകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പിന്നണിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത കലാരൂപങ്ങളാണ് ഒന്ന് അറബനമുട്ട്, ഡഫ് മുട്ട്, കോൽക്കളി, വട്ടപ്പാട്ട്. ഈ സാധനങ്ങൾക്കൊക്കെ നമ്മൾ കോളർ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ഈ സ്റ്റാൻഡിങ് മൈക്കാവുമ്പം പല ഭാഗങ്ങളും പാടുന്ന പല ഭാഗങ്ങളും കേൾക്കാതെയും കട്ടായി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഡാൻസൊക്കെ ആണെങ്കിൽ CD വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ 10 കുട്ടികൾ ഒരാൾ മെയിൻ പാടിക്കൊടുത്ത് അത് ഏറ്റുപാടി കളിച്ചുകൊണ്ട് പാടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിന് തീർച്ചയായും നമ്മൾ കോളർ മൈക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഒരുപാട് ടഫ് കോമ്പറ്റീഷനാണെന്നാണ് തോന്നുന്നത്. നമ്മൾ സബ് ജില്ലാ തലത്തിലൊക്കെ ഫസ്റ്റ് മേടിച്ചാണ് സംസ്ഥാനത്തിലോട്ട് വന്നത്. അവിടെയൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടാനുള്ള എല്ലാവരും തന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നമുക്ക് മൈക്ക് ഒരു പ്രോബ്ലമാണ്. ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു കലാരൂപമാണ് അറബനമുട്ട്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് മൈക്ക് ഒന്നും സെറ്റ് ചെയ്ത് തന്നിട്ടില്ല, കോളർ മൈക്ക് ഒന്നും സെറ്റ് ചെയ്ത് തന്നിട്ടില്ല. അതുകൊണ്ട് അതൊരുപാട് കലയെ ബാധിച്ചിട്ടുണ്ട്.